ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസി സ്റ്റഡി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ സോളിഡ്സിലെ കുറേ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുകയാണ്. ഈ പ്രോബ്ലംസിൻ്റെ നമ്പേഴ്സ് മാറ്റിയും അങ്ങനെ കുറേ ഇതുപോലത്തെ ചെയ്താൽ തന്നെ ഞാൻ പറയുന്ന ഈ പ്രോബ്ലംസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മിക്കവാറും എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസാണ്, പ്രീവിയസ് ഇയർത്തെ ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ റബ്ബർ ബാൻഡ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ അത് ഷോർട്ടാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു റബ്ബർ നമ്മൾ വലിച്ച് കുറേ സമയം, അതായത് സെവറൽ ടൈംസ് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ റബ്ബർ ബാൻഡിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നേരെ നോക്കി പഠിക്കുക. അടുത്തത് റോപ്പ് ഓഫ് ക്രെയിൻ ഈസ് മെയ്ഡ് ഓഫ് നമ്പർ ഓഫ്, ഒരു ക്രെയിനിൽ റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നമ്പർ ഓഫ് തിൻ വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണെന്ന്, റോപ്പ് ഷുഡ് ഹാവ് എ റേഡിയസ് ഓഫ് ലാർജ് ക്രോസ് സെക്ഷൻ. എന്താണ് ഒരു റോപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്? ലാർജ് ക്രോസ് സെക്ഷൻ ആയിരിക്കണം. സിംഗിൾ വയർ ബട്ട് എ സിംഗിൾ വയർ ഓഫ് ദിസ് റേഡിയസ് വുഡ് പ്രാക്ടിക്കലി റിജിഡ് റോഡാണ്. അപ്പോൾ എന്താണ്, റേഡിയസ് ലാർജ് ക്രോസ് സെക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്രെയിനിൽ മെയ്ഡ് നമ്പർ ഓഫ് തിൻ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് വൈ സെഡ്. ഈ എക്സിൻ്റെ യങ് മോഡുലസ് എന്ന് പറയുന്നത് 70 × 10⁻⁹ എന്നും വൈൻ്റെ 120 × 10⁻⁹ എന്നും, അതേപോലെ 2ൻ്റെ സെഡിൻ്റെ എന്താണ് 200 × 10⁻⁹. ഇതിൽ ഏതാണ് വിച്ച് ഷോ ആർ മോസ്റ്റ് ഇലാസ്റ്റിക്, ഏതാണ് മോസ്റ്റ് ഇലാസ്റ്റിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സെഡാണ് മോസ്റ്റ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഡു യു മീൻ ബൈ യങ് മോഡുലസ്? എന്താണ് യങ് മോഡുലസ്? നമുക്ക് യങ് മോഡുലസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ L/L FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L ഇങ്ങനെയും എഴുതാം. അടുത്തതായിട്ട് നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്, രണ്ട് ഗ്രാഫ്, A എന്ന് പറയണതും B എന്ന് പറയണതും. അപ്പോൾ അതിൽ മോർ ഡെപ്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ A എന്ന് എഴുതണം. അതേപോലെ സ്പ്രിംഗ് ബാലൻസ്, ഒരു സ്പ്രിങ് എന്ന് പറയണത് എന്താ, ബാലൻസ് കണ്ടിന്യൂസ് റോഡ് ഫോർ ലോങ് ടൈം, വൈ ഷോ റോങ് റീഡിങ്, വൈ എന്താണ്, പക്ഷെ എന്താണ് ഒരു സ്പ്രിങ് എന്ന് പറയുന്നത് കുറേ സമയം എന്തിനെ കണ്ടിന്യൂസ് ആയിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ അത് എപ്പോഴും കാണിക്കുന്നത് എന്തായിരിക്കും, റോങ് റീഡിംഗ് ആയിരിക്കും കാണിക്കുക. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ കാരണം? ദിസ് ഈസ് ഡ്യൂ ടു ദ ഫിനോമിന, ഒരു ഫിനോമിന കാരണമാണ്. എന്താണ്? നോൺ ആസ് ഫാറ്റിക്യൂ. അതായത് ഡ്യൂ ടു കണ്ടിന്യൂസ് യൂസേജ്, നമ്മൾ കൂടുതലായി കണ്ടിന്യൂസ് ആയിട്ട് യൂസേജ് ചെയ്യുമ്പോൾ, ലോങ് ടൈം യൂസേജ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡിക്രീസസ്. മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുകയും അതുമൂലമാണ് എന്ത് കാണിക്കുന്നത്, ഹെൻസ് റോങ് റീഡ് കാണിക്കുന്നത്. ഇനി അടുത്തതാണ് ദ റേഷ്യോ ഓഫ് സ്റ്റിയർ ടു ഷിയർ സ്ട്രെയിൻ ഈസ് ഡാഷ്. എന്താണ് റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, റിജിഡിറ്റി മോഡുലസ്. ഇനി സ്റ്റേറ്റ്സ് ഹൂക്സ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു K സ്ട്രെയിൻ. K ഈസ് എ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. K എന്ന് പറയുന്നത് എന്താ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇങ്ങനെ വൃത്തിക്ക് ഫുള്ളായി എഴുതുക നല്ലതായിരിക്കും. അടുത്തത് ഒരു കണക്കാണ്. എന്താണ്, എ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 mm ആൻഡ് എ ലെങ്ത് ഓഫ് 1.0 meter ആൻഡ് എ 100 kN ഫോഴ്സ് stretches along its length. Calculate the elongation of steel rod. യങ് മോഡുലസ് എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 2.0 × 10⁻11 എന്ന്. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, നമുക്കറിയാം യങ് മോഡുലസിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു FA ഡിവൈഡഡ് ബൈ ഡെൽറ്റ L/L F/A. ഇതിന് നമ്മൾ എന്ത് എഴുതിയാൽ എന്താ വരിക, FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L.
അപ്പോൾ ഈ എൽ എന്താണ് കാണുന്നത്? അപ്പോൾ FL ഡിവൈഡഡ് ബൈ Y A ചെയ്താൽ ഇതിലത്തെ വാല്യൂസൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.59 × 10⁻³ മീറ്റർ എന്ന് കിട്ടും. അടുത്തതാണ് എ മെറ്റൽ ക്യൂബ് ഓഫ് എ സൈഡ് 10 സെൻറ്റിമീറ്റർ ഈസ് സബ്ജക്റ്റഡ് ടു ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 10⁴. കാൽക്കുലേറ്റ് ദ റിജിഡ് മോഡുലസ് ഇഫ് ദ ടോപ്പ് ഓഫ് ദ ക്യൂബ് ഡിസ്പ്ലേസ്ഡ് ബൈ 0.05 വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ബോട്ടം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കാണാൻ എന്താണ്? കാൽക്കുലേറ്റ് ദ റിജിഡ് മോഡുലസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. റിജിഡ് മോഡുലസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ X/L FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ X എന്നാണ്. അപ്പം നമുക്ക് ഇതിൽ എന്താണ് F/A ഇങ്ങനെ എഴുതാലും മതി. F/A ഇൻറ്റു ഡെൽറ്റ L/L എന്നിങ്ങനെ ചെയ്താലും മതി. അല്ല, A ഡെൽറ്റ X/L എന്ന് ചെയ്താലും മതി. അപ്പോൾ F/A നമുക്ക് 10⁻, അപ്പോൾ ഇവിടെ 10⁴ ഇൻറ്റു ബാക്കി വാല്യൂസ് ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0.2 × 10⁻⁷ എന്ന് കിട്ടും. ഇത് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, ഞാൻ ചെയ്തു തരുന്നതാണ്. ഇനി ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് 2 ബോഡീസ് A ആൻഡ് B ആർ ഗിവൺ ഇൻ ദ ഫിഗർ. നമുക്ക് 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റർ യങ് മോഡുലസ് ഉള്ളത് ഏതാണ്? ഗ്രേറ്റർ ഉള്ളതാണ് A. അപ്പോൾ വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽസ് പ്രിഫറബിൾ ടു യൂസ് ദ റോപ്പ്? ഇതിൽ ഏതാണ് നമ്മൾ ക്രെയിനിൽ റോപ്പായി യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക? ഏതാണ്? മെറ്റീരിയൽ A ആണ്. കാരണം എന്താ? ഫ്രിക്ഷൻ പോയിൻറ്റ് ഓഫ് A ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് B. ബിനേക്കാളും ഫ്രിക്ഷൻ പോയിൻറ്റ് Aക്ക് കൂടുതലാണ്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിൻറ്റ് B ലാബൽസ്. ഇതിൽ പോയിൻറ്റ് B എന്നറിയപ്പെടുന്നതിന് എൻ്റെ പേരെന്താണെന്ന്? ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഇനി ഫോർ എ മെറ്റീരിയൽ ലൈക്ക് CU ദ പോയിൻറ്റ് DE എന്താണ്? കോപ്പറിൽ ഉപയോഗിക്കുന്ന, കോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, കോപ്പർ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ DE എന്നൊക്കെ പറയുന്ന ഈ പോയിൻറ്റുകൾ ക്ലോസ്ഡ് ആയിരിക്കുമോ അതോ ഫാർ ആയിരിക്കുമോ? 4 എപ്പാർട്ട് ആയിരിക്കുമോ? ക്ലോസ് എപ്പാർട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഇതിലത്തെ മാത്സൊക്കെ നമ്മളുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതായിട്ട് അറിയേണ്ടതാണ് ഒരു സ്ട്രെസ്സിൻ്റെ, അതായത് ഒരു സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ലെങ്ത് ഓഫ് എ റൈറ്റ് യങ് മോഡുലസ്. സ്ട്രെസ്സിൻ്റെ ലെങ്ത്ത് ഡബിൾ ലെങ്ത് ആക്കി കഴിഞ്ഞാലും യങ് മോഡുലസ് എത്രയായിരിക്കും? Y എന്നായിരിക്കും. അതേപോലെ സ്റ്റീൽ വയർ L = 1.5 മീറ്റർ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 0.5. ഇതിൽ എല്ലാം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് തന്നിട്ടില്ല. എന്താ? കാൽക്കുലേറ്റ് ടെൻസിൽ സ്ട്രെസ് കാണാനും ഫ്രിക്ഷണൽ ചേഞ്ച് കാണാനും പറഞ്ഞു. അപ്പം നമ്മൾ വാല്യൂസൊക്കെ നമ്മൾ താഴേക്ക് ഇറക്കി. ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്ന് കാണാൻ പറഞ്ഞാൽ അപ്പം നമ്മൾ D/2 ചെയ്യുക. അപ്പോൾ 6 റേഡിയസ് കിട്ടും നമുക്കറിയാമല്ലോ. സ്ട്രെസ് എന്താ കാണേണ്ടത്? F/A ആണ്. അപ്പം നമ്മൾ അതിലത്തെ വാല്യൂസൊക്കെ F/Aക്ക് കൊടുത്തു. A എന്ന് പറയുന്നത് πr². അപ്പോൾ 3.14 × r² ചെയ്യാം. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ L/L ആണ്. രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 × 10⁻⁴ ആണ്. L പറഞ്ഞാൽ 1.5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 10⁻⁴ എന്ന് ഉത്തരം കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്ത് പഠിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.